വള്ളംകളിയുടെ ആവേശം കരയിലും അതോടൊപ്പം തന്നെ കായലിലും ഒരേപോലെ അണിനിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷേട്ടാ, ഈ ഇരുട്ടുകുത്തിയുടെ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത്. അതായത് ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ പോലും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന വള്ളങ്ങളാണ്. അതായത് ഈ രാജാക്കന്മാർ മത്സരിക്കുന്ന ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇരുട്ടത്ത് യുദ്ധം ചെയ്യട്ടെ, ആ സമയത്ത് ഇരുട്ടിനെ പോലും ഭേദിച്ച് വളരെ വേഗത്തിൽ കായലിലൂടെയും അല്ലെങ്കിൽ പുഴകളിലൂടെയും പോകുന്ന വള്ളങ്ങളാണ്. ആ വള്ളങ്ങളാണ് ഈ വരുന്നത്. ആ വരുന്ന കാഴ്ച കണ്ട്, അതായത് പുന്നമടയുടെ ഓളത്തെ അതായത് കീറി മുറിച്ചുകൊണ്ട് രണ്ടായി ഭേദിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഇരുട്ടുകുത്തി. അപ്പൊ ഇരുട്ടുകുത്തി ഇങ്ങനെ വരുമ്പോൾ ഒരു കഥ കൂടി ഞാൻ കണ്ണൻ നായർക്ക് പറഞ്ഞു തരാം. അതായത് മുമ്പ് ബ്രിട്ടീഷുകാരുടെ പീരങ്കി ഉണ്ട വരുന്ന സമയത്ത് ഈ കായലിൽ നിന്നുള്ള ചെളി ചേറെടുത്തിട്ട് പനമ്പിനകത്ത് നിറച്ച് അതിലൊരു മതിലുണ്ടാക്കി വെച്ച് ആ പീരങ്കി ഉണ്ട ചേറിനകത്ത് ഇരുന്നു പോയിട്ടുള്ളൊരു ചരിത്രമുണ്ട് ആലപ്പുഴയ്ക്ക്. അതറിയാമോ? അപ്പോൾ ആ ചരിത്രം, ആ ചുരിമണലിന്റെ ചരിത്രം, ആ പൊരിമണലിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആ ചേറുണ്ടല്ലോ, ആ ചേറിന്റെ കട്ട പിടിച്ച ഐക്യത്തിന്റെ ഒരു മുഖമുണ്ടല്ലോ, ആ മുഖമാണ് ആലപ്പുഴക്കാർക്കുള്ളത്, അപ്പർ കുട്ടനാടുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കായലിലേക്ക് അവരെത്തുമ്പോൾ അവരുടെ കരുത്തിന് ഒരിക്കലും ആ കരുത്ത് കുറയില്ല, ആ കരുത്ത് കൂടുകയാണ്. ഇത് ചെറിയ കളിയല്ല, വെള്ളത്തിലുള്ള കളിയാണ്. ആ കളികളെ എങ്ങനെ കാണാൻ പറ്റും? ചെറിയ കളിയല്ല, വലിയ കളിയാണ്. ഫൈനലിലേക്ക് നീങ്ങാൻ പോകുന്നു. ഒട്ടേറെ ചരിത്രം, പാരമ്പര്യം, കരകളുടെ ആവേശം, ജനങ്ങളുടെ ആകെ ആവേശം, അതിന്റെ എല്ലാം തുടർച്ചയായ വള്ളംകളി അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആവേശം ഉച്ചസ്ഥായിലാണ്. ആകാശത്തോളം ആവേശം എന്ന് പറഞ്ഞാൽ അത് ഒട്ടുമൊട്ടും അതിശയോക്തിയായി മാറുകയില്ല. ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. മികച്ച സമയം കുറിച്ച് 4 ടീമുകൾ. വിയപുരവും നിരണം ചുണ്ടനും നടുഭാഗം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനും. ഇവരിൽ ആരാണ് ചെറുവള്ളങ്ങളുടെ മത്സരപൂരത്തിൽ ആരൊക്കെ ജേതാക്കൾ എന്നതാണ് അറിയേണ്ടത്.